തൃശ്ശൂരാണ് രാവിലെ അല്പം നാടകീയത ഉണ്ടായത്. പക്ഷേ നിജി ജസ്റ്റിൻ മേയറായി തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എസ് ലിഷോയുണ്ട് ഇവിടെ. ലിഷോയി, ലാലി ജെയിംസും എത്തിയിട്ടുണ്ടല്ലോ. പാർട്ടി വിപ്പ് അവർ കൈപ്പറ്റിയിട്ടില്ല. എതിർത്ത് വോട്ട് ചെയ്യുമോ? എതിർത്ത് വോട്ട് ചെയ്യില്ല. താൻ ഇപ്പോഴും ഒരു കോൺഗ്രസ്സുകാരി തന്നെയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം തന്നെയാണ്. പക്ഷേ നിജി ജസ്റ്റിനല്ല തൻ്റെ വോട്ട്, കോൺഗ്രസിന് വേണ്ടി നൽകുന്ന വോട്ടാണ് ഇത് ഒരു തീരുമാനത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാടായി അവർ വ്യക്തമാക്കിയത്. എന്തായാലും രാവിലെ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് ഈ കോൺഗ്രസിനകത്ത് ഉണ്ടായത്. ലാലി ജെയിംസ് വലിയ തോതിൽ ഇത്തരത്തിൽ ഈ മേയർ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് തന്നെ മാറ്റിയതിനെതിരെ രംഗത്ത് വരികയും പണം വാങ്ങിയാണ് ഇത്തരത്തിൽ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ഈ ഒരു മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. നിജി ജസ്റ്റിന് അത്തരത്തിൽ പണം നൽകിയാണ് ഇത് നൽകിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനെല്ലാം തന്നെ എതിർത്തുകൊണ്ട് ഈ നേതാക്കളൊക്കെ തന്നെ രംഗത്തെത്തുകയും ചെയ്തു. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അത് എതിർത്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നിജി ജസ്റ്റിന്, അതായത് കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷമുള്ള ഒരു കൗൺസിലാണ് നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ലാലി ജെയിംസ് എതിർത്ത് വോട്ട് ചെയ്താൽ പോലും യാതൊരു വിധത്തിലുള്ള മാറ്റവും അവിടെ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനം അത് നിജി ജസ്റ്റിന് തന്നെയാണ്. അതേസമയം തന്നെ LDFും NDAയും ഈ രണ്ട് സ്ഥാനാർത്ഥികൾ ലാലി ജെയിംസിന് പിന്തുണ അർപ്പിക്കുന്ന നേതാക്കൾ തൃശ്ശൂരിലുണ്ടോ? അവർ 4 തവണ കൗൺസിലറായ ആളാണ്, സീനിയർ കൗൺസിലറാണ്. അവർ വളരെ രൂക്ഷമായി KC വേണുഗോപാലിനെതിരെയും KC വേണുഗോപാൽ പക്ഷത്തിനെതിരെയും രാജൻ പാലിനെതിരെയും ആരോപണം ഉന്നയിച്ചു. എന്ന് മാത്രമല്ല, പണം വാങ്ങിയിട്ടാണ് ഈ ഏർപ്പാട്, മേയറാക്കുന്നത് പണം വാങ്ങിയിട്ടാണെന്ന് തുറന്നു പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമാണ്. ലിജിയെ പിന്തുണയ്ക്കുന്ന ആരെങ്കിലും കൗൺസിലിലോ ജില്ലയിലെ നേതൃത്വത്തിലോ ഉണ്ടോ? അതായത് ഇതുവരേക്കും പരസ്യമായ ആരും തന്നെ രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ തേറമ്പിൽ രാമകൃഷ്ണൻ, മുതിർന്ന കോൺഗ്രസ് നേതാവും MLAയും ആയിരുന്ന തേറമ്പിൽ രാമകൃഷ്ണൻ മാത്രമാണ് ഈ ലാലി ജെയിംസിനെ ഒരു പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു നേരിയ തോതിലെങ്കിലും അവർക്ക് അർഹതപ്പെട്ട ഒരു സ്ഥാനമായിരുന്നു അത് എന്നുള്ള തരത്തിലേക്ക് ഒരു പ്രതികരണം നടത്തിയത്. പക്ഷേ അപ്പോഴും പൂർണ്ണമായും പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എടുത്ത നിലപാടിനെ തള്ളി പറഞ്ഞുകൊണ്ട് അദ്ദേഹവും രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ ലാലി ജെയിംസ് രാവിലെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, താൻ DCC പ്രസിഡന്റിനെ ചെന്ന് കണ്ടപ്പോൾ പാർട്ടിക്ക് ഫണ്ട് അത്യാവശ്യമാണെന്ന് ലാലിക്ക് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ അത് ഉള്ള ആളുകളിലേക്ക് ഈ സ്ഥാനം പോകുന്നു എന്നുള്ള ഒരു കൃത്യമായൊരു നിലപാട് DCC പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന ഗുരുതരമായ ആരോപണമാണ്. അതായത് പാർട്ടി പണം വാങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിൽ മേയർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നത് എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ലാലി ജെയിംസ് ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ഉന്നയിക്കുമ്പോൾ പോലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൗൺസിലിലെ തന്നെ ഒരു കൗൺസിലർ പോലും ലാലി ജെയിംസിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പരസ്യ പ്രസ്താവനയായി രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. പാർലമെന്ററി പാർട്ടിയിൽ നിന്നുള്ള ഒരു പൊതുവായുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ നിജി ജസ്റ്റിനെ തീരുമാനിച്ചത് എന്നുള്ളതാണ് DCC പ്രസിഡന്റ് വ്യക്തമാക്കിയത്. പക്ഷേ അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പാർലമെന്ററി പാർട്ടിയിൽ ഇത്തരത്തിൽ ഒരു പൊതുവായ അഭിപ്രായം ചോദിക്കുകയല്ല ചെയ്തത്. ഓരോ കൗൺസിലർമാരെയും പ്രത്യേകം ഈ DCC പ്രസിഡന്റ് സംസാരിച്ച് അവരുടെ ഒരു നിലപാട് എന്താണ് എന്ന് ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും 33 കൗൺസിലർമാർ